ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ. റോഡ് നിയമങ്ങൾ പാലിക്കൂ. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. രണ്ട് തരത്തിലുള്ള ഇറക്കങ്ങളുണ്ട്. അതായത് ഒന്ന് നമുക്ക് നല്ല വലിയ ഇറക്കങ്ങളും അതുപോലെ തന്നെ നമുക്ക് നോർമലായിട്ട് വരുന്ന ഇറക്കങ്ങൾ. ചിലപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുള്ള ഇറക്കമായിരിക്കും, അല്ലെങ്കിൽ ചെറിയ വളവും തിരിവൊക്കെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഇറക്കങ്ങളും. അപ്പോൾ ഇവിടെ ക്ലച്ച് ചവിട്ടാമോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാർ ഡ്രൈവിംഗ് പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അല്ലെങ്കിൽ കാർ ഓടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഡ്രൈവിങ്ങിൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറ്റവും അധികമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സൂക്ഷിക്കണം. ഏത് സാഹചര്യങ്ങളിൽ ക്ലച്ച് ചവിട്ടണം, ഏത് സാഹചര്യങ്ങളിൽ ക്ലച്ച് ചവിട്ടാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ടും ഇറക്കങ്ങളിൽ ഒരു തുടക്കക്കാരൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടാനായിട്ട് പാടില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടാനായിട്ട് പാടുള്ളൂ. വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്ന നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയാൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. പിന്നെ ഒരുപാട് ഡ്രൈവിംഗ് ടിപ്സിൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ഏകദേശം ഒരു 6-7 കൊല്ലമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോകളുണ്ട്, നിങ്ങൾ കയറി കാണുക, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. വാഹനം ഓടിച്ചു തുടങ്ങുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറക്കങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ടും ക്ലച്ച് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഇറക്കങ്ങളുണ്ട്. അതായത് ഒന്ന് നമുക്ക് നല്ല വലിയ ഇറക്കങ്ങളും അതുപോലെ തന്നെ നമുക്ക് നോർമലായിട്ട് വരുന്ന ഇറക്കങ്ങൾ. ചിലപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുള്ള ഇറക്കമായിരിക്കും, അല്ലെങ്കിൽ ചെറിയ വളവും തിരിവൊക്കെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഇറക്കങ്ങളും. അപ്പോൾ ഇവിടെ ക്ലച്ച് ചവിട്ടാമോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്ലച്ച് ചവിട്ടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇറക്കങ്ങളിലാണെങ്കിലും ചെറിയ ഇറക്കങ്ങളിലാണെങ്കിലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടാൻ പാടില്ല. അപ്പം ഇത് നമ്മൾ വലിയ ഇറക്കങ്ങളിലും ചെറിയ ഇറക്കങ്ങളിലും എപ്പോഴാണ് ക്ലച്ച് ചവിട്ടേണ്ടതെന്നും എപ്പോഴാണ് ക്ലച്ച് ചവിട്ടാൻ പാടില്ല എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ഞാൻ നല്ല വലിയൊരു ഇറക്കത്ത് വാഹനം ഓടിച്ചു വരാം. അവിടെ എപ്പോൾ ക്ലച്ച് ചവിട്ടുന്നു എന്നുള്ളത് കാണിക്കാം, ചവിട്ടാൻ പാടില്ലാത്ത സിറ്റുവേഷൻ കാണിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് ചെറിയ ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യാം. അവിടെ എപ്പോൾ ചവിട്ടണം, എപ്പോൾ ചവിട്ടാൻ പാടില്ല എന്നുള്ളത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ലൊരു ഹിൽ ഏരിയയിലാണ്. അതായത് നമുക്ക് നല്ല വലിയൊരു ഇറക്കത്തേക്ക് നമ്മൾ വണ്ടിയായിട്ട് പോവാണ്. അപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് വീതി കുറവാണ് റോഡിന്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇറക്കമാണ്. രണ്ട് വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാനായിട്ടുള്ള സ്പേസ് ചെറിയ ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു റോഡിലാണ് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളെ ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത്, എവിടെ ചവിട്ടാൻ പാടില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ഒരു ഇറക്കത്ത് ഓടിച്ചു തുടങ്ങാം. നല്ല വലിയ ഇറക്കമാണ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ചില ആൾക്കാർ ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ വണ്ടി ഇറങ്ങുന്നത് ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് മാത്രം ഇങ്ങനെ പതുക്കെ അയച്ചിറങ്ങും. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടി പിടിച്ച് ബ്രേക്ക് ചെയ്ത് ഇറങ്ങരുത്. എന്നാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള വലിയ ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടേണ്ട സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇറക്കം ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ബ്രേക്ക് ചെയ്താണ് താഴോട്ട് ഇറങ്ങി പോകുന്നതെങ്കിൽ, ദീർഘദൂരമുള്ള ഒരു ഇറക്കമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡും ഡിസ്കും കൂടെ ചേർന്നാണ് പിടിക്കുന്നത്. അത് മുഖാന്തരം എന്ത് ചെയ്യും, ഓവർ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു ഹീറ്റ് ഉണ്ടാകും. ഹീറ്റ് ഉണ്ടാകുന്നത് മുഖാന്തരം വണ്ടിയുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറഞ്ഞിട്ട് ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ഡ്രൈവറും ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഇറക്കം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ക്ലച്ച് ചവിട്ടി പിടിക്കുക, ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി പിടിക്കുക, എന്നിട്ട് പതുക്കെ ബ്രേക്ക് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി റൺ
റൺ ചെയ്യും. റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യണം. അതായത് ഇതുപോലെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക. പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടിക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് എത്തുക. ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് എത്തിയാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടി എൻജിൻ ബ്രേക്കിങ്ങിലാണ് പോകുന്നത്. അതായത് ആ വലിയ ഗിയറിൻ്റെ പിടുത്തം വരുമ്പോൾ വണ്ടി പിടിച്ചേ പോകത്തുള്ളൂ. ഒരു പരിധിക്കപ്പുറം സ്പീഡ് കിട്ടത്തില്ല. അപ്പം വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആയി പോവുകയും ഒപ്പം തന്നെ നമുക്ക് പതിയെ ബ്രേക്ക് അമർത്തി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വാഹനം സേഫായിട്ട് ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങാം. ഇനി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ ഇറക്കങ്ങളിൽ എപ്പോഴാണ് ക്ലച്ച് ചവിട്ടേണ്ടത്? നിങ്ങളുടെ വണ്ടി എപ്പോൾ നിങ്ങൾക്ക് നിർത്തണമെന്ന് തോന്നുന്നു, ഇത്തരത്തിലുള്ള ഒരു വലിയ ഇറക്കമാണ്, നിങ്ങൾ പേടിക്കേണ്ട ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഒരു ഭാഗത്ത് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തണം. നിങ്ങൾ ബ്രേക്ക് ഈ ചവിട്ടുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി സേഫായിട്ട് നിൽക്കും. അതായത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ആ എൻജിൻ ബ്രേക്കിംഗ് അവിടെ മാറുകയാണ്. സുരക്ഷിതമായിട്ട് നമുക്ക് വണ്ടി നിർത്താനായിട്ട് കഴിയും. ഇനി എന്നിട്ട് വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന സമയത്ത് ആദ്യം ബ്രേക്ക് റിലീസ് ചെയ്യുക. ഒരു കാരണവശാലും ക്ലച്ച് എടുത്ത് വിടരുത്. ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് വണ്ടി ഓഫായി പോകും. കുത്തനെയുള്ള ഇറക്കത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് വണ്ടി ഒരു കാരണവശാലും ഓഫ് ആകുന്ന സിറ്റുവേഷൻ നമ്മൾ വരുത്താനായിട്ട് പാടില്ല. അതിനെന്ത് ചെയ്യണം? ആദ്യം പതിയെ ബ്രേക്ക് നമ്മൾ പതുക്കെ അയക്കുന്നു. വണ്ടി അനങ്ങി തുടങ്ങുന്ന സമയത്ത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വരും. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് ബ്രേക്ക് ഒന്ന് അയച്ചാൽ പോലും ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂടത്തില്ല. എന്നിട്ട് വീണ്ടും നമുക്ക് ബ്രേക്ക് ഒന്ന് കൊള്ളിച്ച് ചവിട്ടി കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ബ്രേക്കിംഗ് ഇവിടെ വരാതെയും ഒപ്പം തന്നെ എൻജിൻ ബ്രേക്കിംഗ് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലുള്ളത് കൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള ഇറക്കങ്ങൾ ഇറങ്ങാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടേണ്ടത് എവിടെയാണെന്നും ചവിട്ടാൻ പാടില്ലാത്തത് എപ്പോഴാണെന്നും കൃത്യമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് വലിയ ഇറക്കങ്ങൾ വിട്ടിട്ട് ചെറിയ ഇറക്കങ്ങളിലേക്ക് പോവുകയാണ്. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കുകയാണ്. ഇനി നമ്മൾ ചെറിയൊരു ഇറക്കത്തേക്ക് പോവുകയാണ്. ചെറിയ വളവും തിരിവൊക്കെ ഉള്ള ഇറക്കമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി തേർഡിലേക്ക് ഇടുന്നു. ഇപ്പം നമ്മളിവിടെ ഇറക്കം തുടങ്ങിയാണ്. ചെറിയൊരു ഇറക്കമാണ്. ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ഇറക്കങ്ങളും ചെറിയ വളവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് നമുക്ക് തേർഡ് ഗിയറിൽ നമുക്ക് ഇറങ്ങി വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചെറിയൊരു ഇറക്കമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് റോഡും ഒരു കുഞ്ഞിറക്കമാണ് തേടി വരുന്നു. ഇനി ഇറക്കത്തിൻ്റെ അളവ് നമുക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സെക്കൻഡ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ജസ്റ്റ് തേർഡ് ഗിയറിൽ ബ്രേക്ക് ചെയ്ത് ചെറിയൊരു വളവൊക്കെ ടേൺ എടുത്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് ഇറങ്ങി വരാം. എന്നിട്ട് പതിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇറക്കം ഇറങ്ങാം. എന്നാൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങി വരുന്ന സമയത്ത് തേർഡ് ഗിയറിന് ഒരു സ്പീഡുണ്ട്. ഒരു കുറഞ്ഞ പക്ഷേ ഒരു 30 കിലോമീറ്റർ എങ്കിലും സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ വേഗത നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും തേർഡിൽ ഇറങ്ങരുത്. കാരണം അത് നമ്മൾ നിരന്തരമായിട്ട് ഓടിക്കുന്നതിലൂടെയാണ് ആ വേഗത ബാലൻസ് ചെയ്ത് ഇറക്കത്തെ നമുക്ക് ഇറങ്ങിപ്പോകാനായിട്ട് കഴിയുന്നത്. ഇത് ചെറിയ ഇറക്കമാണ് പറയുന്നത്, വലിയ ഇറക്കങ്ങളല്ല. വലിയ ഇറക്കങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും തേർഡിൽ ഇറങ്ങാനായിട്ട് പാടില്ല. വലിയ ഗിയറിൽ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തേർഡിന് പകരം പതിയെ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുക. എന്നിട്ട് പതിയെ ബ്രേക്ക് അയക്കുക. അതിനുശേഷം പതുക്കെ ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗിയറിൻ്റെ പിടുത്തത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങാനായിട്ട് കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടാമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളിൽ പല ആൾക്കാർക്കും ഉണ്ട്. നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചവിട്ടിയാൽ മതി. അതായത് തീർത്തും നിങ്ങളുടെ വണ്ടി സ്ലോ ആയി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇറക്കത്ത് വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ക്ലച്ച് ചവിട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് പോകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ എവിടെയാണ് ഇറക്കങ്ങളിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇറക്കത്ത് ഒരു ട്രാഫിക് വരികയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു. മുന്നിലൊരു വണ്ടിയുണ്ട്, 2-3 വണ്ടികൾ മുന്നിലുണ്ട്. അപ്പം നമുക്കും വാഹനം പതുക്കെ ചെറിയ ഇറക്കമാണെങ്കിലും ഇറങ്ങിപ്പോകണം. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? നമ്മളൊരു ഗിയറിൻ്റെ പിടുത്തം, ഒരു ഫസ്റ്റ് ഗിയറിൻ്റെ തന്നെ പിടുത്തം അങ്ങ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? പതുക്കെ നമ്മൾ മുന്നിലുള്ള വണ്ടി പതിയെ ഒന്ന് അനങ്ങി. അപ്പം നമ്മൾ ഫുൾ ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ബ്രേക്ക് ഒന്ന് അയച്ച് നമ്മളൊന്ന് മുന്നോട്ട് നീങ്ങി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു. മനസ്സിലായോ? അതായത് പതുക്കെ പോവാണ്. അതായത് അനക്കം തീർത്തും കുറവാണ്. അപ്പോൾ അവിടെ നമുക്ക് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇപ്പോൾ വണ്ടി മുന്നോട്ട് എടുത്തു, വീണ്ടും മുന്നിലുള്ള വണ്ടി അങ്ങ് നിർത്തി. അപ്പോൾ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. വീണ്ടും മുന്നിലുള്ള വണ്ടി പതിയെ ഒന്ന് അനക്കി. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഒന്ന് അയച്ച് പതിയെ ഒന്ന് അനക്കി, വീണ്ടും നമ്മൾ പതിയെ നിർത്തി. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾ ക്ലച്ച് ചവിട്ടി കൊടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ അനാവശ്യമായിട്ട് ഒരു കാരണവശാലും ബ്രേക്കിൻ്റെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ഇറക്കങ്ങൾ ഇറങ്ങരുത്. അതായത് ഗിയർ എന്ന് പറയുന്നത് നമുക്ക് വളരെ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. അതായത് എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് അനിവാര്യമാണ്. അത് സെപ്പറേറ്റ് ഒരു ബ്രേക്കായിട്ട് തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട്
എന്നിട്ട് ആ ബ്രേക്കും നമ്മളോട് ഫുഡ് ബ്രേക്കും കൂടെ ആയി കഴിയുമ്പോൾ നമ്മളുടെ ബ്രേക്കിന് കൂടുതലായിട്ടുള്ള ഒരു പ്രവർത്തനം വരികയോ അല്ലെങ്കിൽ ബ്രേക്ക് ഓവർ ഹീറ്റായിട്ട് ഒരു അപകടമോ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരില്ല. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു കാരണവശാലും ഇങ്ങനെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് എന്നാൽ ചെറിയ ഇറക്കമല്ലേ, ക്ലച്ച് ചവിട്ടി നമുക്ക് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി അങ്ങ് ഇറക്കം തീരുന്നവരെ പോകാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പതിയെ നമ്മൾ ഇതുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ആ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് ആക്കുക. ഇപ്പോൾ സെക്കൻഡോ ഇത് ഞാൻ തേർഡ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. കണ്ടോ, എനിക്ക് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഈ ഇറക്കം ഇറങ്ങാം. അനാവശ്യമായിട്ട് ചവിട്ടരുത്. ഇനി നമുക്ക് ഇവിടെ ഒരു ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടണം. ഇറക്കം കൂടിയ ലെഫ്റ്റിലേക്ക് ഒരു ടേൺ ആണ്. അപ്പം നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് ആ ടേൺ എടുക്കുന്നു. കാരണം ഇവിടെ കൂടുതൽ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ടാണ് നമ്മൾ അവിടെ ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നത്. അപ്പോൾ ക്ലച്ചിനെ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചെയ്തിരുന്ന ഓരോ വീഡിയോകളും വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കുള്ള വീഡിയോ ആണ്. നിങ്ങൾ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ വണ്ടി ഒറ്റയ്ക്കെടുത്ത് ഓടിച്ച് പഠിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ടും ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് നിർബന്ധമായിട്ടും എഴുതിയതിന് ശേഷം മാത്രം സ്കൂളിൻ്റെ ഒരു സഹായത്തോടു കൂടിയേ പഠിക്കാവുള്ളൂ. ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കരുത്, അപകടമേ ഉണ്ടാകത്തുള്ളൂ. സുരക്ഷിതമായിട്ട് നമുക്ക് ഒരു കാരണവശാലും ഡ്രൈവിംഗ് പഠനം പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. വണ്ടി നന്നായിട്ട് ഓടിച്ച് നിങ്ങൾ തെളിഞ്ഞതിന് ശേഷം മാത്രമേ വാഹനവുമായിട്ട് റോഡിൽ ഇറങ്ങാവുള്ളൂ. അപകടങ്ങൾ ഒരു കാരണവശാലും വരുത്തി വെക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ലൈസൻസ് ഉള്ള തുടക്കക്കാർക്ക് ഓടിച്ച് പരിചയമില്ലാത്തവർക്കാണ് കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പരെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.